ചേട്ടാ, മതഗ്രന്ഥത്തിനോടാണോ ഭരണഘടനയ്ക്കാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? ഭരണഘടനയ്ക്ക്. എന്തുകൊണ്ടാ? ഭരണഘടനയുടെ നിയതമായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നിൽക്കുന്ന സാധനമാണ് ഭരണഘടന. ഉം. മതഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെയും വിവിധ മതങ്ങളുണ്ടല്ലോ. അതനുസരിച്ചുള്ള രീതിയിൽ മനുഷ്യൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5000 കൊല്ലം മുമ്പുള്ള 3000 കൊല്ലം മുമ്പുള്ള ഇന്ന് വർത്തമാനകാലത്ത് മനുഷ്യന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും ഒരു നിയതമായ ഭരണഘടന ഇല്ലെങ്കിൽ ക്രൂഷ്യലായ പ്രശ്നങ്ങൾ വന്ന് ജനം തമ്മിലടിക്കും. എന്തെങ്കിലും ഫോളോ ചെയ്യണ്ടേ നമുക്ക്? ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭരണഘടനയോടും മതഗ്രന്ഥത്തിനോടും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. രണ്ടെണ്ണത്തിനോടും താല്പര്യമില്ല. മതഗ്രന്ഥത്തിനോട് താല്പര്യമില്ല, ഭരണഘടനയോടും താല്പര്യമില്ല. എന്തുകൊണ്ടാ? ഞാനൊരു ഈശ്വര വിശ്വാസിയല്ല, ഒരു രാഷ്ട്രീയക്കാരനുമല്ല. ഭരണഘടനയോട് എന്തുകൊണ്ടാ? ഭരണഘടന ജഡ്ജിമാര് അതുപോലെ വിവരമുള്ള ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മതഗ്രന്ഥം പണ്ട് തൊട്ടേ ഉള്ളതാണ്. എന്നാലും അതിലൊക്കെ അതൊക്കെ ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാലക്രമേണ മാറുന്നതാണ്. ഭരണഘടന തീരുമാനിക്കുന്ന സർക്കാരല്ലേ. മതഗ്രന്ഥം ഓരോരുത്തർക്കും ഓരോ മതമുണ്ട്, അവരതനുസരിച്ച് പോകും. വേറെന്താണ് മതഗ്രന്ഥമാണോ മികച്ചത്? അത് ഓരോരുത്തർക്കും ഓരോ മതമല്ലേ, അപ്പൊ അതല്ലേ പോയിക്കൊണ്ടിരിക്കണേ. ഓരോ പേഴ്സണാലിറ്റി അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഓരോരുത്തർക്ക് പേഴ്സണൽ ചോയ്സ് ആണ്. എൻ്റെ ഭരണഘടനയാണ്. ഭരണഘടനയാണോ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ പറയുമ്പോൾ അത് ഓരോരുത്തരുടെ ഐഡിയോളജി അനുസരിച്ചിരിക്കും. ഇപ്പം മതപരമായിട്ടുള്ള താല്പര്യമുള്ളവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. എനിക്ക് കൂടുതൽ റൈറ്റ്സും മറ്റേ ഭരണഘടന, നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ കൺട്രി, അങ്ങനെ ആ ഒരു രീതിയിലുള്ള തോട്ട് പ്രോസസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും നമ്മുടെ എന്താ പറയാ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈക്വാലിറ്റി മുന്നിൽ നിൽക്കണം. അല്ലാതെ മതപരമായ ഡിസിഷൻസ് ഒബ്വിയസ്ലി പാർഷ്യാലിറ്റി മറ്റേതും വരും. ഇതാവുമ്പോൾ ഒബ്വിയസ്ലി അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. മതഗ്രന്ഥം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അല്ല, എന്റെ മതഗ്രന്ഥത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? താല്പര്യമില്ലാത്തോണ്ടല്ല. പക്ഷെ അത് മാത്രല്ല, ഭരണഘടനയിൽ കുറെ നിയമങ്ങളും ഇതൊക്കെ അനുസരിച്ചാണല്ലോ ഇന്ത്യ നമ്മൾ ജീവിക്കുന്നത്. മതേതര രാജ്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇപ്പൊ കുറെയൊക്കെ വ്യതിചലിക്കുന്നോണ്ട് എനിക്ക് ഭരണഘടനയിലാണ് താല്പര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭരണഘടന തന്നെ. അതിന് ഭരണഘടനയാണ് മികച്ച ഒരു ഗൈഡ് ലൈൻസ് നൽകുന്നത്. കമ്പാരിറ്റീവ്ലി ബ്രിട്ടനിൽ നിയതമായ ഭരണഘടനയല്ല. അത് ആ പോപ്പുലാരിറ്റി ആ ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് പോകാൻ പറ്റും. നമ്മുടെ ഇതുപോലുള്ള സ്ഥലത്തൊന്നും സാധിക്കില്ല. എത്രയോ മതങ്ങൾ കിടക്കുന്നു, അതിനകത്ത് ജാതി മതവും അതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? ഭരണഘടന ഒരു പക്വത മുഴുവൻ ആർജിക്കാത്ത സ്ഥലത്ത് അത് നിശ്ചയമായിട്ടും അതില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. എന്ത് പറ്റും നമ്മളതിനെ നിർദ്ധാരണം ചെയ്യാൻ പറ്റുക? ഭരണഘടനയാണ് എല്ലാ മതത്തിലും തുല്യത നൽകുന്നത്. ഭരണഘടന എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതിന് മാറ്റം വരുത്തേണ്ടതായ സാധനമാണ്. നമ്മളുണ്ടാക്കിയ ഭരണഘടന മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ്. മാറ്റാൻ അല്ല, എല്ലാ കാര്യങ്ങളും പറ്റില്ല. കേശവാനന്ദ ഭാരതി കേസിലൊക്കെ ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി 15-അംഗ ബെഞ്ചായിരുന്നു അന്ന്. 15-അംഗ ബെഞ്ചിന്റെ വിധിയിൽ പല കാര്യങ്ങളിലും പലതിലും മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ള ഒരു വിധിയാണ് കിടക്കുന്നത് നമുക്ക്. അതുകൊണ്ടല്ലേ ഇപ്പൊ പാർലമെന്റ് ഉണ്ടാക്കുന്ന സാധനം പോലും പല സമയത്തും ഭരണഘടന വിരുദ്ധ എന്ന് പറഞ്ഞ കോടതി തള്ളുന്നത്. പക്ഷെ ഇന്ത്യയിലെ പൗരൻ എന്ന രീതിയിൽ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലവാരം അതൊക്കെ നമ്മൾ വെറുതെ ബൗണ്ടറി ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം. അതൊക്കെ മാൻമേഡാണ്. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഇവിടെ മതവും ഇല്ല, ഒന്നുമില്ല. ആകെ ജനിച്ചു തന്നെ കൂട്ടി വെറും സ്ലേറ്റായിട്ടാ തന്നെ 4 വയസ്സിനുള്ളിൽ ഇവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇവൻ മതവും രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ഈ വേർതിരിവൊക്കെ ഉണ്ടാക്കണത്. അത് മതഗ്രന്ഥമാണോ കൂടുതൽ അടിച്ചേൽപ്പിക്കുന്നത്? മതഗ്രന്ഥവും രാഷ്ട്രീയവും രണ്ടും ഒരു നാണയത്തിന്റെ 2 വശമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് മനുഷ്യനെ ഒന്നും അല്ലാണ്ടാക്കി തീർക്കുകയാണ്. മതത്തിനോടുള്ള പ്രാധാന്യം മാത്രമുള്ള ഗ്രന്ഥങ്ങളായിരിക്കും കൂടുതലും. ഓരോരോ മതങ്ങളായിട്ടുള്ള പ്രാധാന്യമായിരിക്കും. പക്ഷെ ഭരണഘടന എല്ലാവരും ഒരേപോലെ അനുസരിക്കേണ്ട. എന്റെ പേഴ്സണൽ ചോയ്സ് എങ്ങനെയാണ്? മതഗ്രന്ഥത്തെ കുറിച്ച് അഭിപ്രായം ഉണ്ടോ? അതിനുള്ള അഭിപ്രായം അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ പറഞ്ഞു എന്റെ ചോയ്സ് ഭരണഘടനയാണ്. അപ്പൊ മതഗ്രന്ഥത്തെ പറ്റി അഭിപ്രായം ഞാൻ പറയാനില്ല. കാരണം അത് വിശ്വസിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അത് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നു. ഇപ്പൊ ഇത് കൂടുതൽ പ്രാധാന്യം മതഗ്രന്ഥത്തിനാണ്. അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത്. നിങ്ങളെ മതം നിങ്ങൾ നോക്കൂ, അതിനെ മറ്റുള്ളവരും നോക്കൂ. ഓരോരുത്തർക്കും അവരവരുടെ മതഗ്രന്ഥം. അപ്പൊ പിന്നെന്താണ്? ഭരണഘടന അത് കഴിഞ്ഞിട്ടാണോ? ഭരണഘടന തീരുമാനിക്കുന്ന ഭരണക്കാരാണ്.
ഇവിടെ ജനങ്ങളല്ല. അപ്പൊ ജനങ്ങള് വോട്ട് ചെയ്യും, ചെറുക്കാരായിട്ട് വരും. അപ്പൊ അവർക്ക് പറ്റിയ രീതിയിൽ നല്ല ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, നല്ല ചെയ്യാൻ പറ്റത് ചെയ്യൂല. മതഗ്രന്ഥങ്ങൾ ഭരണഘടന നമ്മൾ അത് കോടതിയെ അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കുന്ന, അത് ലംഘിച്ചു കഴിഞ്ഞാൽ അത് വെല്ലുവിളിയാണ്. മറ്റേത് അത്ര സീരിയസ് കാര്യങ്ങളല്ല, മതപരമായിട്ടുള്ള കാര്യങ്ങൾ. അത് കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസം വരാം, ഭരണഘടനയും വ്യത്യാസം വരാം. പക്ഷെ അത് നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ കോടതിയെ നിയമപരമായിട്ട് നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ്. മതഗ്രന്ഥത്തിന്റെ നിയമങ്ങൾ അത്ര വലിയ അതുപോലെ കേസിലോട്ടോ അങ്ങനെയുള്ള വേറെ വിഷയത്തിലോട്ടൊന്നും പോകാൻ സാധ്യതയില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. മതഗ്രന്ഥത്തോട് രണ്ടാമത് സെക്കൻഡ് ആണ്. എന്റെ ഒപ്പീനിയനാണ്. ഭരണഘടനയാണ്. മതഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായം? അത് എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് ഉൾക്കൊള്ളണം. ഭരണഘടന തന്നെയല്ലേ പറയുന്നത്? അല്ല, ഭരണഘടന ആദ്യമല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഭരണഘടന അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ജീവിതം ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. എല്ലാ മതവും നമ്മൾ സർവ്വമത സാർവഭൗമ എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ മതങ്ങളെയും നമ്മൾ അതെ കാലത്തിന് അനുസൃതമായിട്ട് മാറ്റം വരുത്താന്നുള്ളതല്ല. അല്ല, മതഗ്രന്ഥങ്ങള് ഈ ഫോളോ ചെയ്ത് പോകുന്നത് അടിമകളാണുള്ള സംഗതി. അത് ഈ മാറ്റമാണ് മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമായ ഘടകം. അത് വേണ്ടെന്ന് പറയുന്നതാണ് മതങ്ങള്. അപ്പൊ അത് ഫോളോ ചെയ്ത് ആരത് മാറ്റം വരുത്തുന്നത്? അകത്തുനിന്നോ പുറത്തുനിന്നോ? ഇപ്പൊ എനിക്ക് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഹിന്ദു ആണെന്ന് വിചാരിക്കുക, ഇസ്ലാം മതത്തിൽ മാറ്റം വരുത്തുന്നത് ഞാൻ പറയുമ്പോൾ എന്നെ ഈ പുറത്തു നിന്ന ഒരാളായിട്ടാണ് കാണുന്നത് സംഗതി. ഹിന്ദു മതത്തിലൊക്കെ അതിന് കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മറ്റു പല മതങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. ഇപ്പൊ കാലത്തിനനുസരിച്ച് മതം മാറുന്നുണ്ട്. അത് ഇതിന് ഈ മതത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് വരുന്നത്. അതാണ് അതിപ്പോ കേരളത്തിൽ നടന്നു എന്ന് പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൽ ആരോ ഉണ്ടായിരുന്നത്? ഹിന്ദുക്കളുടെ കാര്യങ്ങളിലല്ലേ മാറ്റങ്ങൾ പോലും ഉണ്ടായുള്ളൂ. മറ്റു രണ്ട് മതങ്ങളും, ഈ അറിയപ്പെടുന്ന രണ്ട് മതങ്ങളും മാറി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ വരുമ്പോ ഇപ്പൊ ഈ കോമൺ സിവിൽ കോഡിന്റെ ഒക്കെ പ്രശ്നം വരുമ്പോ ഈ എതിർക്കപ്പെടുന്നതിന്റെ ആണി തന്നെ ചില സമുദായങ്ങളിലെ വോട്ടിലാക്കിയിട്ടാണ് സംഗതി. മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രഗിൾ വരും. അപ്പൊ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വിവിധ മതങ്ങളുള്ള സ്ഥലത്ത് ഈ ഭരണഘടന ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ കിടക്കും. സംഗതി പരിഹരിക്കാൻ പറ്റാതെ കിടക്കും. കാലത്തിനനുസരിച്ച് മതങ്ങൾ കാലത്തിനനുസരിച്ച് മാറാതെ പറ്റില്ല. പക്ഷെ എത്രത്തോളം വേഗത്തിലാണത് മാറണമെന്നുള്ളതാണ് പ്രശ്നം.